ഓപ്പറേഷനുള്ള പൈസയുമായി ഞാൻ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും വൈകിയിരുന്നു. അമ്മ നോക്കിയിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും എമൗണ്ട് രൂപയുമായി കയ്യിൽ. എന്തായാലും എന്നെ കണ്ടപ്പോൾ അമ്മയുടെ മുഖത്തെ ആശ്വാസം കണ്ടു. അനിയത്തി ആദ്രയാണ് ആശുപത്രിയിൽ. ഹൃദയം മാറ്റിവെക്കാനുള്ള ഓപ്പറേഷന് അവസരം കാത്തിരിക്കുകയാണ് അവൾ. കഴിഞ്ഞ ആഴ്ച അവരുടെ അവസ്ഥ കുറച്ച് മോശമായി. ഇപ്പോൾ ഇവിടുത്തെ ICUവിലാണ് ഉള്ളത്. എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീടൊരവസരം കിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഉള്ള വീടും പുരയിടവും വിറ്റാണ് ഇപ്പോൾ 10 ലക്ഷം രൂപ ഒപ്പിച്ചത്. വാങ്ങിയത് ഞാൻ പണിക്ക് പോകുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി തന്നെയാണ്. അദ്ദേഹത്തിന് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ രജിസ്ട്രേഷനൊന്നും കഴിയാതെ തന്നെ മുഴുവൻ പൈസയും ക്യാഷായി തന്നെ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തോ ടാക്സിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മുഴുവൻ തുകയും ക്യാഷായി തന്നെയേ തരൂ എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് എങ്ങനെയായാലും പണം കിട്ടിയാൽ മതിയല്ലോ. മോനെ, നീ വൈകുന്തോറും അമ്മയുടെ നെഞ്ചിൽ തീയായിരുന്നു. വഴി കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അമ്മ ഉദ്ദേശിച്ചത് എനിക്കറിയാം. എൻ്റെ ചേട്ടൻ വർഷങ്ങൾക്ക് മുൻപേ വീട് വിട്ടിറങ്ങിയതാണ്. അച്ഛനുണ്ടായിരുന്നപ്പോഴേ അന്നേ പുള്ളിക്ക് മോശം കൂട്ടുകെട്ടും കള്ളുകൂടിയും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛനുമായി എന്നും വഴക്കുമായിരുന്നു. എനിക്കും അനിയത്തിക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ചേട്ടൻ. അച്ഛൻ മരിച്ചപ്പോൾ പോലും വന്നിട്ടില്ല. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വന്ന് വീതം വേണമെന്നാവശ്യപ്പെട്ട് അമ്മയോട് വഴക്കിടും. ഇപ്പോൾ ഏതോ കൊട്ടേഷൻ സംഘത്തിലാണെന്നോ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുകയാണെന്നോ ഒക്കെ അറിയാറുണ്ട്. അവനോട് ആലോചിക്കാതെയാണ് അമ്മ വീട് വിറ്റത്. ആലോചിച്ചാൽ അവൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. പെറ്റമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പണം ആവശ്യപ്പെടുന്നവൻ എന്ത് പെങ്ങൾ ചികിത്സ. ഇപ്പോൾ വീട് വിറ്റു എന്നറിഞ്ഞു ഭ്രാന്തെടുത്ത് നടക്കുകയാണെന്നും എൻ്റെ മുതലാളിയുടെ അടുത്ത് ചെന്ന് വഴക്കുണ്ടാക്കിയെന്നും അറിഞ്ഞു. ഏത് നിമിഷവും അവനിവിടെ വന്നേക്കാം. അതിനു മുൻപ് പണം കൗണ്ടറിൽ അടയ്ക്കണം. വൈകിക്കേണ്ട, പൈസ വേഗം കൊണ്ട് അടച്ചിട്ട് പോരെ. സിസ്റ്റർ പറഞ്ഞു ഓപ്പറേഷന് തൊട്ട് മുൻപാണ് സാധാരണ പണം അടയ്ക്കാറുള്ളത്. ഇത്രയും തുക അഡ്വാൻസ്ഡ് ആയിട്ട് അവർ വാങ്ങാറില്ലെന്ന്. പിന്നെ ഞാൻ പോയി മാനേജറോട് സംസാരിച്ചിട്ടാണ് അവർ സമ്മതിച്ചത്. ശരി അമ്മേ, പൈസ അടച്ചിട്ട് ഞാൻ ലോഡ്ജിൽ പോയി ഒന്ന് കുളിച്ച് അമ്മയ്ക്കുള്ള ഭക്ഷണവുമായി വാങ്ങി വേഗം വരാം. അമ്മയോട് പറഞ്ഞ് ഞാൻ താഴത്തെ കൗണ്ടറിലേക്ക് നടന്നു. രാത്രിയായാൽ മെയിൻ റിസപ്ഷനുള്ള ക്യാഷ് കൗണ്ടർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റിസപ്ഷൻ്റെ അവിടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കണ്ടത് റിസപ്ഷനിൽ അവൻ, എൻ്റെ ചേട്ടൻ. കൂടെ ആരൊക്കെയോ ഉണ്ട്. ആതിര എവിടെയാണ് കിടക്കുന്നത് എന്നാവണം അന്വേഷിക്കുന്നത്. എൻ്റെ വയറ്റിലൂടെ ഒരു തീപ്പന്തം ആളി. ഞാൻ പൈസ അടങ്ങിയ ബാഗ് ഇറുക്കെ പിടിച്ചു. അവനിത് കണ്ടാൽ പിന്നെ മൊത്തം അവൻ കൊണ്ടുപോകും. പിന്നെ എൻ്റെ ജീവിതകാലത്ത് ഇത്രയും പൈസ ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ശബ്ദമുണ്ടാക്കാതെ സൈഡിലുള്ള റോഡിലൂടെ പുറത്തേക്കിറങ്ങി. ലോഡ്ജ് മുറിയിലേക്ക് എത്തുകയായിരുന്നു ഉദ്ദേശം. അതിനിടയിൽ സ്റ്റെപ്പ് കയറി 3-ാം നിലയിലെത്തിയ ചേട്ടൻ എന്നെ കണ്ടു. കൈ ചൂണ്ടി കൂടെയുള്ളവരോട് എന്തോ പറയുന്നതും എല്ലാവരും കൂടി ഓടി വരുന്നതും ഞാൻ കണ്ടു. ഞാൻ സർവ്വശക്തിയും എടുത്ത് ഓടി. എൻ്റെ മുറി 3-ാം നിലയിലാണ്. അങ്ങോട്ടെത്താൻ സമയമില്ലെന്ന് തോന്നിയപ്പോഴാണ് 2-ാം നിലയിൽ ആദ്യം കണ്ട റൂമിൻ്റെ വാതിലിൽ ഞാഞ്ഞു തട്ടിയത്. വാതിൽ തുറന്ന ആളെ കണ്ട് ഞാൻ വല്ലാതെയായി. 35-നോടടുത്ത പ്രായമുള്ള ഒരു സ്ത്രീ. ഇവരെ ഞാൻ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. ചിരിക്കാനറിയാത്ത മുഖം, ശരീരത്തിനുള്ള സൗന്ദര്യം പോലും മുഖഭാവം കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു വഴക്കാളി സ്ത്രീ. അങ്ങനെ പറയാൻ കാരണം ഞാൻ കാണുമ്പോഴെല്ലാം അവർ ആരോടെങ്കിലും വഴക്കിടുകയായിരിക്കും. ഹോസ്റ്റലിൽ നഴ്സുമാരോട്, സെക്യൂരിറ്റി ചേട്ടനോട്, ക്യാൻറ്റീനിലെ ചേച്ചിയോട്, പിന്നീടൊരു ദിവസം വീട്ടുകാരെന്ന് തോന്നിക്കുന്ന കുറച്ച് ആളുകളോട്. നമ്മുടെ പ്രശ്നം അതിലും വലുതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനതിലൊന്നും ഇടപെടാൻ നിന്നിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സഹായം തേടി ഞാനെത്തിയത് ഇവരുടെ മുൻപിൽ തന്നെ ആയിപ്പോയല്ലോ ഈശ്വര. എന്താ? അവരുടെ ഗൗരവമാർന്ന ശബ്ദമാണ് എന്നെ ഞെട്ടിച്ചു. ചേച്ചി, ഞാൻ ഒന്നകത്ത് കയറിക്കോട്ടെ. അവരെൻ്റെ പുറകെ ഉണ്ട്. കൈ കിട്ടിയാൽ അവരെന്നെ കൊല്ലും. അവരെ പോയാൽ ഞാൻ പൊക്കോളാം. പ്ലീസ് ചേച്ചി. ഞാൻ കരയാറായി. അതൊന്നും പറ്റില്ല, നീ പോ. ഞാൻ ആരുടെ രക്ഷകയൊന്നുമല്ല. നീ വേറെ എവിടെയെങ്കിലും പോ. ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞ് അവർ വാതിലടയ്ക്കാൻ ഒരുങ്ങി. ഞാൻ വാതിലിൽ കയറി പിടിച്ചു. ചേച്ചി, ഈശ്വരനെ ഓർത്ത് പ്ലീസ് ഒരു 5 മിനിറ്റ്. അവർ പോയ അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോക്കോളാം. ഞാൻ വീണ്ടും യാചിച്ചു. ഈശ്വരനെ ഒന്നും ഞാൻ ഈയിടെ ഓർക്കാറില്ല. അത് വിട്, നീ ഇറങ്ങിപ്പോ. ചുമ്മാ ആളെ മെനക്കെടുത്താതെ. വീണ്ടും മനസ്സാക്ഷിയില്ലാത്ത സ്വരം. ഞാനിനി എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് ആരോ സ്റ്റെപ്പ് ഓടിക്കയറുന്ന ശബ്ദം കേട്ടത്. വേറൊരു മുറി തട്ടി തുറക്കാൻ സമയമില്ലെന്ന് തോന്നിയതും
ആ ചേച്ചിയെ തള്ളിമാറ്റി ഞാൻ അകത്തു കയറി വാതിലടച്ചതും അടുത്ത നിമിഷം എൻ്റെ കവിളിൽ അടി വീണു. ഒന്ന് ഞെട്ടിയെങ്കിലും ഞാൻ സംയമനം വീണ്ടെടുത്തു. ചേച്ചി ചേച്ചി എന്നെ എത്ര തല്ലിയാലും കുഴപ്പമില്ല. കുറച്ച് സമയം എന്നെ അവർക്ക് കാണിച്ചു കൊടുക്കല്ലേ പ്ലീസ്. ഞാൻ കരഞ്ഞു. ആരാ അവർ? എന്തിനാ അവർ നിന്നെ തിരയുന്നത്? നീ അവരുടെ വലത് മോഷ്ടിച്ചിട്ടാണോ ഓടി വന്നേക്കുന്നത്? എൻ്റെ കയ്യിലെ ബാഗിലേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ടാണ് ചോദ്യം. ചേച്ചി അതെൻ്റെ ചേട്ടനാ. ഇതിൻ്റെ അനിയത്തിക്ക് ഓപ്പറേഷന് കെട്ടിവെക്കാനുള്ള പൈസയാണ്. ഇതിനു വേണ്ടി അയാളുടെ പുറകെ വരുന്നത്. ഈ പൈസ അയാൾ കൊണ്ടുപോയ എൻ്റെ അനിയത്തി. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അപ്പോഴേക്കും വാതിലിൽ മുട്ടുകേട്ടു. ഞാൻ മറവിലേക്ക് നീങ്ങി നിന്നു. ദയനീയതോടെ എന്നെ കാണിച്ചു കൊടുക്കലേ എന്ന് കൈകൂപ്പി. എന്നെ ഒന്ന് നോക്കിയിട്ട് അവർ വാതിൽ തുറന്നു. 10-24 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ ഇങ്ങോട്ട് ഓടി വരുന്ന കണ്ടായിരുന്നോ? ഏട്ടൻ്റെ ശബ്ദം കേട്ടു. ഞാൻ കണ്ടില്ല, അവർ മറുപടി പറയുന്നു. ഒരു ബ്ലാക്ക് ഷർട്ടിട്ട മെലിഞ്ഞ ഒരു ചെറുക്കൻ, കയ്യിലൊരു ബാഗും ഉണ്ട്. വീണ്ടും ഏട്ടൻ വിശദീകരിക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോയേ, എനിക്കൊന്ന് കിടക്കണം. വീണ്ടും ഭാവഭേദമില്ലാതെ അവരുടെ സ്വരം. അവർ പോയെന്ന് തോന്നുന്നു. അവർ വാതിലടച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. നീ ഇരിക്കേ, അവർ പോയാൽ ഉടനെ നീ ഇറങ്ങിപ്പോക്കോളണം, എങ്ങോട്ടാണെന്ന് വെച്ചാൽ, അവർ പരുഷമായി പറഞ്ഞു. ഞാൻ പതുക്കെ നിലത്തേക്കിരുന്നു. എൻ്റെ അനിയത്തിക്ക് ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി എൻ്റെ കിടപ്പാടം വിറ്റ പണമാണിതിൽ. അത് വാങ്ങാനാണ് അയാൾ വന്നത്. ജീവൻ പോയാലും കൊടുക്കില്ല ചേച്ചി ഞാനിത്. 17 വയസ്സേ ഉള്ളൂ അവൾക്ക്. പഠിക്കാൻ മിടുക്കിയാണ്. ചെറുപ്പം മുതലേ വയ്യാത്ത കുട്ടിയാണെങ്കിലും നന്നായിട്ട് പഠിക്കും. ജീവിക്കാൻ വല്ലാത്ത കൊതിയാണ് അവൾക്ക്. ഞാൻ രക്ഷപ്പെടുവോ ഏട്ടാ എന്ന് എപ്പോഴും ചോദിക്കും. കുറേയായി മരുന്നിലാണ് ഓടുന്നത്. ഇനിയത് പറ്റില്ല. ഹാർട്ട് മാറ്റിവെക്കണം. മറ്റെന്തും പോലെയല്ലോ ഹൃദയം, നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പറ്റുമായിരുന്നെങ്കിൽ ഞാനോ അമ്മയോ കൊടുത്തേനെ. ഇതിപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഒരെണ്ണം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് എല്ലാം വീട്ടിപ്പിറക്കി 10 ലക്ഷം രൂപ ഉണ്ടാക്കിയതാ. അത് ഹോസ്പിറ്റലിൽ അടക്കി കൊണ്ടുവന്നപ്പോഴാണ് അവൾ ഞങ്ങളുടെ വീടിൻ്റെ വിളക്കാ ചേച്ചി. ആ വെളിച്ചം അണയുമ്പോൾ എന്തിനാ ഞങ്ങൾക്ക് ആ വീട്? ഞാനൊന്ന് നിർത്തി. വീണ്ടും തുടർന്നു. അവർ ഒന്നും മിണ്ടിയില്ല, എന്നെ തടഞ്ഞുമില്ല. ഇതുകൊണ്ടൊന്നും ആവില്ലെന്ന് എനിക്കറിയാം. എനിക്ക് കുറേ കൂട്ടുകാരുണ്ട് ഫേസ്ബുക്കിൽ. അവരൊക്കെ അറിഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞു. നേരത്തെ പറയാത്തതിലേ. ഇപ്പോൾ അവർ പൈസ ഒക്കെ പിരിക്കുന്നുണ്ട്. എല്ലാം നടക്കും. ഞാൻ സ്വയം പറഞ്ഞു. അയാളിനി നിന്നെ കണ്ടുപിടിക്കില്ലെന്നാണോ? അവർ ചെറിയ ചിരിയോടെയാണ് ചോദിച്ചത്. കണ്ടുപിടിച്ചോട്ടെ, എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണേലും ചെയ്യട്ടെ. അതിനു മുൻപ് ഈ പൈസ ഒന്ന് അടയ്ക്കാൻ പറ്റിയാൽ മതി. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് വീണ്ടും വാതിലിൽ മുട്ട് കേട്ടു. ഞാൻ ഞെട്ടലോടെ അവരെ നോക്കി. അവർ പോയി വാതിൽ തുറന്നു. ഞാൻ ബാത്റൂമിലേക്ക് കയറി നിന്നു. വാതിൽ പഴുതിലൂടെ എനിക്ക് പുറത്തേക്കുള്ള വാതിൽ കാണാം. നിങ്ങളെന്താ പിന്നെയും ഇവിടെ? ആരൂരെന്ന് പറഞ്ഞില്ലേ? ചേച്ചി ചോദിക്കുന്നു. ഏട്ടനോടൊപ്പം മറ്റു 2 പേരുമുണ്ട്. അവനെ ഇങ്ങോട്ട് ഇറക്കി വിട പെണ്ണുമ്പിള്ളേ. അവൻ ഇങ്ങോട്ട് കയറിയെന്ന് ദാ ഇയാൾ പറഞ്ഞല്ലോ. ഓപ്പോസിറ്റ് വാതിൽ നിന്നയാളെ ചൂണ്ടിക്കാണിക്കുന്നു. അവൻ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. ആ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടിയല്ലേ അവൻ. അവർ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മാഡം, കാര്യം അവൾ എൻ്റെയും കൂടെ പെങ്ങളാ. അതിൻ്റെ ആയുസ് തീരുമാനിക്കപ്പെട്ടതാ. ഹൃദയം മാറ്റിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അതിനുവേണ്ടി ഇവൻ ഈ ക്യാഷ് മുടക്കുന്നത് കായലിൽ കായം കലകുന്നത് പോലെയാ. പിന്നെ അവൾക്ക് വേണ്ടി പിരിവൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ആയുസുണ്ടെങ്കിൽ അത് കിട്ടിയിട്ട് ചികിത്സിച്ചാലും രക്ഷപ്പെട്ടോളും. ഇതെനിക്ക് കൂടെ അവകാശപ്പെട്ട പണമാണ്. പകുതിയാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ അവന് പറ്റില്ല. എങ്കിനി മുഴുവൻ കൊണ്ടേ ഞാൻ പോകൂ. ഏട്ടൻ്റെ സ്വരം മാറുന്നത് ഞാൻ ഭീതിയോടെ കണ്ടു. എന്തൊരു ജന്മാടാ നിന്റെ. ആ കുട്ടി ഇറക്കി വിടാൻ മനസ്സില്ല. നിങ്ങൾ പോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അയ്യോടാ, മാഡം കൊള്ളാലോ. പോലീസ് വന്നാൽ എന്നെ എന്താ തൂക്കിക്കൊല്ലുകൂടി? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. ഞാൻ പെണ്ണുങ്ങളെ സാധാരണ ഉപദ്രവിക്കാറില്ല. എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത്. ഏട്ടൻ വികൃതമായി ചിരിച്ചുകൊണ്ട് പറയുന്നു. ചേച്ചി പെട്ടെന്ന് വാതിലടയ്ക്കാൻ തുടങ്ങിയതും ഏട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വാതിലിൽ ആഞ്ഞു ചവിട്ടിയതും ഒന്നിച്ചായിരുന്നു. അപ്രതീക്ഷിതമായ ആ ചവിട്ടിൽ ചേച്ചി താഴെ വീണു. ഏട്ടനകത്തേക്ക് കയറി. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ആ ചേച്ചിക്ക് കൂടെ ആപത്താണെന്ന് കണ്ട് ഞാൻ ഇറങ്ങി ഓടാൻ ഒരുങ്ങി. ഏട്ടൻ എന്നെ കയറി പിടിച്ചു. ഞങ്ങൾ രണ്ടും കൂടെ കെട്ടിമറിഞ്ഞാടിയായി. അവനോട് അടിച്ചു നിൽക്കാനുള്ള ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ എന്നെ അടിച്ചു വീഴ്ത്തി എൻ്റെ ബാഗുമെടുത്ത് അവൻ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവൻ്റെ അരയിൽ നിന്ന് തെറിച്ചു വീണ തോക്ക് ഞാൻ കണ്ടത്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്
ഞാനത് കൈക്കലാക്കി. അവന് നേരെ ചൂണ്ടി. സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള തോക്ക് കയ്യിലെടുത്തപ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആഹാ മോനെ, ഇതുപയോഗിക്കാൻ നിനക്കറിയോ? ലോഡ് ചെയ്യാൻ അറിയോ? കൈവിറയ്ക്കാതെ ഉന്നം പിടിക്കാൻ അറിയോ? നിൻ്റെയിൽ ഇതൊരു കളിപ്പാട്ടം മാത്രാ. അതിങ്ങ് താടാ. ചേട്ടൻ അലറിക്കൊണ്ട് പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്നു. ആ ബാഗ് താ, അല്ലെങ്കിൽ കൊല്ലും ഞാൻ. പറയുന്നുണ്ടെങ്കിലും എൻ്റെ കൈ വിറയ്ക്കുന്നതും ദേഹം തളരുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നൊരാൾ എൻ്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ച് വാങ്ങുന്നതറിഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കി. ചേച്ചി തോക്ക് പിടിക്കുന്നതും ലോഡ് ചെയ്യുന്നതും അവന് നേരെ ചൂണ്ടിപ്പിടിക്കുന്നതും അവിശ്വസനീയതയോടെ ഞാൻ നോക്കി നിന്നു. അവനും സ്തബ്ധനായി നിൽക്കുന്നു. ചേച്ചിക്ക് വിറയലോ മുഖത്ത് ഭാവഭേദമോ ഇല്ല. ചേട്ടൻ്റെ നെഞ്ചിന് നേരെ ചൂണ്ടിയ തോക്ക് സെക്കൻഡ് കൊണ്ട് താഴുന്നതും കാൽമുട്ടിലേക്ക് വെടിവെക്കുന്നതും ചേട്ടൻ മുട്ടുകുത്തി വീഴുന്നതും ഞാൻ കണ്ടു. കാഴ്ച കണ്ട് കൂടി നിന്നവർ ചിതറിയോടി. ഏട്ടൻ്റെ കൂടെ വന്നവനെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു. ചേച്ചി നടന്നു ചെന്ന് തെറിച്ചു വീണ ബാഗെടുത്ത് എൻ്റെ നേർക്കെറിഞ്ഞു. വീണുകിടന്ന് പുളയുന്ന ഏട്ടൻ്റെ അരികിലിരുന്നു. എടാ, ഈ വെടി നിന്റെ നെഞ്ചത്തോട്ട് വയ്ക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഈ ചെക്കൻ്റെ മുമ്പിൽ അത് വേണ്ടെന്ന് വെച്ചിട്ടാ. ഇത് നിന്റെ അവസാനത്തെ അവസരമാണ്. ആ പിരിഞ്ഞു കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഇവന് മനസ്സുണ്ട് നിന്നെ ചികിത്സിച്ചോളും. അല്ലെങ്കിൽ ഗവൺമെൻറ് നോക്കിക്കോളും. പോലീസിപ്പോൾ വരും നിന്നെ കൊണ്ടുപോകാൻ. പറഞ്ഞിട്ട് ചേച്ചി തിരിഞ്ഞു നടന്ന് റൂമിലേക്ക് കയറി. താമസിയാതെ പോലീസ് എത്തി. ആംബുലൻസും. വന്ന പോലീസ് ചേച്ചിക്ക് മുന്നിൽ സല്യൂട്ട് അടിക്കുന്നതും ചേച്ചി അവരോടൊപ്പം പോകുന്നതും ഞാൻ അമ്പരപ്പോടെ കണ്ടു. എന്തൊക്കെയോ പോലീസിനോട് സംസാരിക്കുകയും ഇടയ്ക്ക് എന്നെ നോക്കുകയും ചെയ്യുന്നുണ്ട്. പൈസ കൊണ്ടുപോയി ആശുപത്രിയിൽ അടയ്ക്കടാ. വീണ്ടും മയമില്ലാത്ത ശബ്ദത്തിൽ പറഞ്ഞ് ചേച്ചി പോലീസിനൊപ്പം പോയി. ആശുപത്രിയിൽ ബില്ലടച്ച് ഐസിയുവിന് മുൻപിൽ ചെന്നപ്പോൾ നഴ്സിംഗ് സ്റ്റേഷനുള്ളിൽ നിന്ന് ചേച്ചി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അമ്മ കരഞ്ഞുകൊണ്ട് ചേച്ചിയുടെ മുന്നിൽ കൈകൂപ്പി. അമ്മയെ മൈൻഡ് ചെയ്യാതെ കടന്നു പോയെങ്കിലും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. അമ്മയെ അറിയുമോ ചേച്ചിയെ? അത്ഭുതത്തോടെയാണ് ഞാനത് ചോദിച്ചത്. ഇപ്പോൾ നടന്നതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാണ്. പിന്നെ എങ്ങനെ? അവർ നമ്മുടെ ദൈവമാണ് മോനെ. പോലീസിലെ ഏതോ വലിയ ഓഫീസറാണ്. അവരുടെ ഭർത്താവിൻ്റെ ഹൃദയമാണ് നമ്മുടെ കുട്ടിക്ക്. ആക്സിഡൻ്റ് ആയിരുന്നുവെന്നാണ് കേട്ടത്. ഇതുവരെ ഈ കുട്ടി ഒപ്പിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് നടക്കാഞ്ഞത്. ഇപ്പോൾ ഒപ്പിട്ട് കൊടുത്തത്രേ. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ഉണ്ടാവും. പൈസ അടിച്ചൊന്ന് ചോദിച്ചു ഡോക്ടർ. അമ്മ പൂർത്തിയാക്കുന്നതിന് മുൻപ് ഞാൻ ഞെട്ടിത്തരിച്ചു പോയി. അവർ നടന്നകന്നിരുന്നു. അവരുടെ ആ മാനസികാവസ്ഥയെ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞാൻ പുറകെ ഓടിയില്ല. ഒരു നന്ദി വാക്കുമായി അവരുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ധൈര്യമുണ്ടാവില്ല. ചിലർ അങ്ങനെയാണ്. അത്രയ്ക്ക് വളരാൻ എല്ലാവർക്കും കഴിയാറില്ലല്ലോ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.